കോഴിക്കോട് വന്നിട്ട് ഞങ്ങൾ ആദ്യം തന്നെ വന്നത് പഴശ്ശിരാജ മ്യൂസിയത്തിലാണ്. ഒരാൾക്ക് 30 രൂപയാണ് ഇതിനകത്ത് കയറാനുള്ള എൻട്രി ടിക്കറ്റ്. ഫോട്ടോഗ്രാഫിക്ക് സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ വളരെയധികം പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മാപ്പിൽ കണ്ടൊരു സ്ഥലമാണ് പഴശ്ശിരാജ. അപ്പോൾ എന്തായാലും വന്നതല്ലേ ഇവിടെ വരെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് നടന്ന് കാണാനായിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അന്നത്തെ ആ ഒരു ശില്പങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ചധികം നേരം ഉണ്ട് ഇതിനകത്ത് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ കാലത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങൾ, മൺചട്ടികൾ, കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെയാണ്. ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞങ്ങൾക്കൊരു ഊബർ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഊബർ കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇവിടേക്ക് ഊബറൊക്കെ നിസ്സാരമാണെന്നൊക്കെ. പക്ഷെ അല്ല ഗൈസ്, ഇവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് 8ൻ്റെ പണി കിട്ടിയത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു വണ്ടി പോലും കിട്ടിയില്ല, ബസ്സാണെങ്കിൽ ഇല്ല, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ കുറേ നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് വന്നിട്ട് ബിരിയാണി കഴിക്കാതെ പോകരുതല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പാരഗണിയിൽ നിന്ന് കയറി കഴിക്കാമെന്ന്. അവിടെ വന്നപ്പോഴാണെങ്കിൽ അവിടെ ഒടുക്കത്തെ തിരക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടൽ റഹ്മത്തിൽ വന്നു. അവിടെയും തിരക്കിന് പഞ്ഞൊന്നുമില്ല. പിന്നെ കുറേ നേരം നിന്നിട്ടും ഒക്കെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു അവസരം കിട്ടി. കോഴിക്കോടൻ ബിരിയാണിയുടെ കാര്യം പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, അത് വേറൊരു ലെവൽ ടേസ്റ്റ് തന്നെയായിരുന്നേ. അതും കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച്, ഓട്ടോയ്ക്കൊക്കെ ഇവിടെ അന്യായ റേറ്റാണ് കേട്ടോ. ഓട്ടോയും വിളിച്ച് ഞങ്ങൾ സ്റ്റേയിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ്.